രാജുമോൻ്റെ ഫാദർ ഇവിടെ അടുത്തുള്ള ഒരു സഹകരണ സംഘത്തിൽ കുറച്ച് പൈസ ഇട്ടു, സഹകരണ സംഘം പൊട്ടി, പൈസ മൊത്തം പോയി. നമ്മുടെ സുഹൃത്തായിട്ടുള്ള രാജുമോൻ ഈ അടുത്ത് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അത് റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് രാജുമോൻ പറഞ്ഞത്. രാജുമോൻ പഠിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് രാജുമോൻ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സുഹൃത്താണ് രാജുമോൻ. വളരെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടുപോകുന്ന, എന്നാൽ വലിയൊരു സമ്പാദ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും തെറ്റില്ലാത്ത രീതിയിൽ ജീവിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ് നമ്മുടെ രാജുമോൻ. പക്ഷേ രാജുമോൻ്റെ പാരൻസ് രാജുമോനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാരൻസിന് അധികം സമ്പാദ്യങ്ങളൊന്നും, കാര്യമായിട്ടുള്ള സമ്പാദ്യങ്ങളൊന്നുമില്ല. പക്ഷേ പാരൻസിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇനി വരുമാനം ഉണ്ടാക്കാനും സാധിക്കാത്തൊരു ശാരീരിക അവസ്ഥയാണ്. രാജുമോൻ ഈ പാരൻസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങളും സ്വന്തം ഫാമിലിയുടെ കാര്യങ്ങളും മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പെടാപ്പാട് പെടുകയാണ്. അപ്പോൾ രാജുമോൻ വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, രാജുമോൻ്റെ പാരൻസ് റിട്ടയർമെൻറ്റിൻ്റെ കാര്യത്തിൽ കുറേ കൂടെ ഒരു അവധാനത കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ രാജുമോന് ഇപ്പോൾ ഇത്ര ഓടേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് രാജുമോൻ പറയുന്നത്. അപ്പോൾ അതിന് രാജുമോൻ ഉദ്ദേശിക്കുന്ന ഒരു 6 കാര്യങ്ങൾ രാജുമോൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രാജുമോൻ്റെ ഫാദറും മദറും ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അവർ അന്നത്തെ കാലത്ത് വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിന് കാര്യമായിട്ടുള്ള വാല്യൂ ഒന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത്. ഒരു 10-20 വർഷം മുമ്പ് 10,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു പൈസയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തെ ചെലവ് പോലും നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് രാജുമോൻ പറയുന്നത്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലേ. അതായത് നമ്മൾ ആരായാലും നമ്മളുടെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ റിട്ടയർമെന്റ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ പൈസയ്ക്ക് എന്ത് മൂല്യമുണ്ട് എന്നുള്ളതല്ല, ഫ്യൂച്ചറിൽ നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് അതിന് എന്ത് മൂല്യം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു ചെലവ് എല്ലാ 7 വർഷം കൂടുമ്പോഴും ഇരട്ടിയാവും എന്നുള്ള രീതിയിലുള്ള ഒരു ബേസിക് കാൽക്കുലേഷൻ എടുത്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്ന് റിട്ടയർ ആവുമ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ചെലവ് ഒരു മാസമെങ്കിൽ 7 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്ന ആൾക്ക് മിനിമം 2 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. 14 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്യുന്ന ആൾക്ക് 4 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. അപ്പം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് വേണം നമ്മളുടെ ആവശ്യകതയായിട്ട് നമ്മൾ കണ്ടെത്താൻ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സേവ് ചെയ്യുമ്പോഴായാലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായാലും നമ്മൾക്ക് കൃത്യമായിട്ട് എന്തുമാത്രം ആവശ്യം വരും എന്നുള്ളതിന് മാത്രമായിട്ട് സേവ് ചെയ്ത് പോകരുത് എന്നാണ് രാജുമോൻ പറഞ്ഞിരുന്നത്. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കുകയാണ് നമുക്കൊരു സാധനം വാങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മൾക്ക് 1 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് 90,000 രൂപയ്ക്ക് കിട്ടിയേക്കാം. പക്ഷേ മിക്കവാറും അവസരങ്ങളിൽ അത് 1,10,000 അല്ലെങ്കിൽ 1,20,000 ഒക്കെ ആയിട്ട് കൂടി വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഗോള് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യം എമൗണ്ട് വെച്ച് പ്ലാൻ ചെയ്യാതെ കുറച്ചുകൂടെ കൂടുതൽ പണം ആവശ്യം വന്നേക്കാം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ എമൗണ്ടുകൾ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ് രാജുമോൻ എനിക്ക് പറഞ്ഞത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയാറുള്ള ഒരു പോയിന്റ് തന്നെയാണ്, ഒറ്റ കാര്യം കൊണ്ട് നമ്മളുടെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യരുത് എന്നാണ് രാജുമോന് മനസ്സിലായിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ്. നമ്മൾ എന്താ പറയാറുള്ളത്, നമ്മൾ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെന്റ്സ് വേണം എന്ന് പറയാറുണ്ട് അല്ലേ. അതിൽ എന്താണ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടാവാം, ബോണ്ടുകൾ ഉണ്ടാവാം, മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാവാം, സ്റ്റോക്കുകൾ ഉണ്ടാവാം, മറ്റുള്ള ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടാവാം, ഇതെല്ലാം ഉണ്ടാവാം. ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാജുമോൻ്റെ ഫാദറിനെയും മദറിനും ഇൻഷുറൻസിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് വേണം, അത് ഒരു കോമ്പിനേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ രീതിയിലായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പല റിട്ടയർമെന്റ് ഇൻസ്ട്രുമെന്റുകളുള്ള ഒരു ബാസ്ക്കറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ പലർക്കും അതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവില്ല അല്ലെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗോൾ പ്ലാനിംഗ് സർവീസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യണം, അതുപോലെ നിങ്ങൾ മറ്റുള്ള ഗോളുകൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് തരാനായിട്ട് സാധിക്കും. നാലാമത്തേത് എന്താണെന്ന് വെച്ചാൽ,
റിസ്ക് മനസ്സിലാക്കി വേണ്ടിയിരുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ഇത് രാജ്മോഹൻ്റെ ഫാദറിൻ്റെ കേസിൽ കൃത്യമായിട്ട് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അതായത് രാജ്മോഹൻ്റെ ഫാദർ ഇവിടെ അടുത്തുള്ള ഒരു സഹകരണ സംഘത്തിൽ കുറച്ച് പൈസ ഇട്ടു, സഹകരണ സംഘം പൊട്ടി, പൈസ മൊത്തം പോയി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നമ്മളുടെ റിട്ടയർമെന്റ് കാലത്തേക്ക് ഉള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നുണ്ടെങ്കിലും അത് നഷ്ടം വരുത്തുന്നില്ല, അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതിൻ്റെ മുതൽ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ രാജ്മോഹൻ ഫാദർ ഒരു റിസ്ക് അവയർനെസ്സും ഇല്ലാതെ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് പൈസ ഇട്ടു, മൊത്തം പൈസയും പോയി. അത് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാര്യങ്ങളെ വളരെ വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പോൾ രാജ്മോഹൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ രാജ്മോഹൻ എന്നോട് പറഞ്ഞിട്ടുള്ള നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റിസ്ക് മനസ്സിലാക്കി നിക്ഷേപിക്കണമായിരുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്മോഹൻ പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് മാത്രം റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ടൈമിലുള്ള എക്സ്പെൻസിനുള്ള പൈസ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതിന് അഡീഷണൽ സ്ട്രീംസ് ഓഫ് ഇൻകം ഉണ്ടാവണം എന്നുള്ളതാണ്. മറ്റുള്ള ഇൻകം സ്ട്രീമുകളും കൂടെ ഉണ്ടാവണം. അതായത് ചെറിയ രീതിയിലുള്ള ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഫ്രീലാൻസ് ജോബുകൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെല്ലാം ചെയ്യണം എന്നാണ് രാജ്മോഹൻ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ അവസ്ഥയുള്ള ആളുകളുടെ റിട്ടയർമെൻറ്റ് സുഖകരമായിരിക്കും എന്നുള്ളതാണ് രാജ്മോഹൻ പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റാണ് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത്. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? രാജ്മോഹൻ പറഞ്ഞത് ഒരിക്കലും ഒരാളും മക്കളെ റിട്ടയർമെന്റ് ഫണ്ടായിട്ട് കാണരുത് എന്നാണ് രാജ്മോഹൻ പറഞ്ഞത്. അത് രസകരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതൊരു പുതിയൊരു അറിവാണ്. അതായത് നമ്മൾ എപ്പോഴും, ഞാനപ്പോൾ അതങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുക എന്താണ്, പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ നമ്മൾക്ക് എന്ത് ചെയ്യും, ഫണ്ട് ചെയ്യും എന്നുള്ള ഒരു ധാരണയോടുകൂടി ജീവിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് നടന്നു പോകാൻ സാധ്യതയില്ലാത്ത ആളാണ്. ചില ആളുകൾക്ക് ഈ മക്കളുടെ കയ്യിൽ നിന്ന് ഫണ്ടിങ് കിട്ടാതെ അവരുടെ റിട്ടയർമെന്റ് ബുദ്ധിമുട്ടിലാവാനുള്ള സാധ്യതയില്ല. അതാണ് ഈ രാജ്മോഹന്റെ കാര്യത്തിൽ അതാണ് ഏകദേശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്മോഹൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കളല്ല ഒരിക്കലും റിട്ടയർമെന്റ് ഫണ്ട്, നിങ്ങളുടെ കയ്യിൽ റിട്ടയർമെന്റ് ഫണ്ട് വേറെ വേണം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ അതിനെപ്പറ്റി എന്ത് പറയുന്നു? നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.